ഹലോ ഓൾ, വെൽക്കം ടു വേൾഡ് ഓഫ് കെമിസ്ട്രി. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ചൊരു ബ്രീഫ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ നോമൻക്ലേച്ചർ പാർട്ടുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കറിയാം ഹൈഡ്രോ കാർബൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3: ആൽക്കീൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അതിൽ ആൽക്കെയിൻസിൻ്റെ നോമൻക്ലേച്ചർ പാർട്ടിനെ കുറിച്ച് നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നോമൻക്ലേച്ചർ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഇപ്പോൾ ഒരു ആൽക്കെയിൻ നമുക്കറിയാം, ആൽക്കെയിൻസ് എന്ന് പറയുന്നത് യൂഷ്വലി CnH2n+2 ആണ്. ആൻഡ് ദേ ആർ സിംഗിൾ bonded compounds ആണ്. ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് അല്ലേ, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ സപ്പോസ് നമ്മളെ കയ്യിൽ ഇങ്ങനെയൊരു കോമ്പൗണ്ട് ഉണ്ട്, CH3 CH2 CH2 CH3 ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിനെ നമ്മൾ എങ്ങനെ നെയിം ചെയ്യും? നമുക്കറിയാം അല്ലേ, അതായത് ഇപ്പോൾ ഒരു കോമ്പൗണ്ട് കണ്ടെയ്നിങ് 1 കാർബൺ ആണെങ്കിൽ നമ്മളവിടെ എന്താ എഴുതുക? മെത്താണ്. 2 കാർബൺ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് എത്താണ്. എത്ത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും. C3 ആണെങ്കിൽ അതെന്താ? പ്രൊപ്പാണ്. C4 എന്ന് പറഞ്ഞത് എന്താ? ബ്യൂട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 4 കാർബൺ ആറ്റമാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാർബണിൻ്റെ എണ്ണം നമ്മൾ നോക്കും. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. അപ്പോൾ അവിടെ എന്തായി? അതിന് നമ്മൾ ബ്യൂട്ട് എന്ന് എഴുതും അല്ലേ, ബ്യൂട്ട് എന്ന് എഴുതും. ആൻഡ് ഇറ്റ് ഇസ് എ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. ഇവിടെ നമുക്ക് സിംഗിൾ ബോണ്ടാണ് കാണാൻ പറ്റുന്നത്, അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് എഴുതും? ബ്യൂട്ടേൻ എന്ന് എഴുതും. ഇതാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. സപ്പോസ് ഈ ഒരു ആൽക്കെയിനിലേക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കാം, ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നെയിം ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ എന്ത് വരാം, നമുക്ക് CH3 ഗ്രൂപ്പ് വരാം, CH2 CH3 ഗ്രൂപ്പ് വരാം, ഓർ എനിത്തിങ്. അപ്പോൾ ഇവിടെ CH3 ആണ് നമ്മൾ ബ്രാഞ്ച് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് എഴുതാമെന്നറിയോ? അതിന് നമുക്ക് മീഥൈൽ എന്ന് കൊടുക്കാം. CH3 ആണ് ബ്രാഞ്ച് എങ്കിൽ അതിനെ മീഥൈൽ എന്ന് വിളിക്കാം. അതുപോലെ CH2 CH3 ആണ് ബ്രാഞ്ച് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈഥൈൽ എന്ന് വിളിക്കാം. ഓക്കെ, ഒന്ന് നോക്കിക്കേ, നമുക്ക് എങ്ങനെ ഇതിനെ നെയിം ചെയ്യാം. സപ്പോസ് യു ആർ ഹാവിങ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. ഇങ്ങനൊരു കോമ്പൗണ്ടാണ് നിങ്ങൾക്ക് കയ്യിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു കോമ്പൗണ്ടിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ CH3 ആണ് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? വാട്ട് ഈസ് ദ നോമൻക്ലേച്ചർ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്നറിയോ? ഇവിടെയുള്ള മെയിൻ ചെയിൻ സെലക്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഈ മെയിൻ ചെയിൻ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മെയിൻ ചെയിൻ എന്ന് പറയുന്നത് which is having, or the chain which is having maximum number of carbon atoms. എവിടെയാണോ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത് അതാണ് നമ്മളെ മെയിൻ ചെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി നോക്കിയാട്ടെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക. 1 2 3 4 അല്ലേ, 4 കാർബൺ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1 2 3 4. ഇതല്ലേ ഏറ്റവും വലിയ ചെയിനായിട്ട് വരുന്നത്? അതെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതാണ് മെയിൻ ചെയിനായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മെയിൻ ചെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ ബ്രാഞ്ച്. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം എവിടെയാണുള്ളത് അതാണ് നമ്മളെ മെയിൻ ചെയിൻ. ബാക്കിയുള്ളതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നെയിമിങ് സ്റ്റാർട്ട് ചെയ്യാം. നെയിമിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത്
നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മളെ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അതായത് ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മളെ ബ്രാഞ്ചിന് കിട്ടേണ്ടത്. ഓക്കെ, നമ്മൾ ഇനി ഇവിടുന്ന് നെയിം ചെയ്ത് നോക്കിയാൽ, നമ്പർ ചെയ്ത് നോക്കിയാൽ മക്കളെ, 1 2 3 4 അല്ലേ? ഇങ്ങനെയും നമ്പർ ചെയ്യാം, ഇങ്ങനെയും നമ്പർ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ നമ്മളെ ബ്രാഞ്ച് നമ്പർ എത്രയാണ്? രണ്ടാമത്തെ കാർബണിലാണ് അല്ലേ നമ്മളെ ബ്രാഞ്ച് ഉള്ളത്. ഇനി ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പം എത്രാമത്തെ പൊസിഷനിലാണ് നമ്മളെ ബ്രാഞ്ച് ഉള്ളത്? മൂന്നാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ ഒരു സൈഡിൽ 2ഉം മറ്റേ സൈഡിൽ 3ഉമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ലോവസ്റ്റ് നമ്പർ 2ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ നെയിം ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കാർബണിൻ്റെ പൊസിഷൻ കൊടുക്കും. ലോവസ്റ്റ് പൊസിഷനായിട്ടുള്ള 2 കൊടുക്കും. ഓക്കെ, ഇനി ഹൈഫൺ ഇടുന്നു. ഇനി CH3 ബ്രാഞ്ച് വന്നാൽ എന്താവും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്? മീത്തൈലാണ് അല്ലേ? അപ്പം CH3 ആണ് ബ്രാഞ്ച് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 മീത്തൈൽ എന്ന് എഴുതി. കാരണം നമ്മൾ പൊസിഷനും കൊടുത്തു, ബ്രാഞ്ചിൻ്റെ നെയിമിങ്ങും കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? നമ്മളെ നോർമൽ നെയിമിംഗ് പ്രൊസീജിയർ പോലെ മെയിൻ ചെയിൻ്റെ കാർബൺ എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക. എത്രയുണ്ട്? 1 2 3 4 ആണല്ലേ? അപ്പം 4 കാർബൺ ഉണ്ടെങ്കിൽ അതിനെന്താ നമ്മൾ എഴുതാ? ബ്യൂട്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കാർബൺ കൊണ്ട് ബ്യൂട്ട് എന്ന് എഴുതി. ഇനി ഇത് മൊത്തം സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അത് എന്തായിരിക്കും? ഒബ്വിയസ്ലി അതെന്താ? ബ്യൂട്ടെയിൻ ആണ്. അപ്പം ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ പേരെന്ത് വരും? 2 മീത്തൈൽ ബ്യൂട്ടെയിൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മളെ കയ്യിൽ ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. CH3 CH2 CH3 CH2 CH3. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നോമൻക്ലേച്ചർ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ബ്രാഞ്ച്, ഏതാണ് മെയിൻ ചെയിൻ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഒബ്വിയസ്ലി എല്ലാവർക്കും പറ്റുന്നൊരു കോമൺ മിസ്റ്റേക്ക് നമുക്ക് പറയാം. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ഇതായിരിക്കും മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക. ആൻഡ് ദിസ് വിൽ ബി ദിയർ ബ്രാഞ്ച്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളതായിരിക്കും നമ്മളെ മെയിൻ ചെയിൻ. ഇവിടെ നോക്കിയേ, 1 2 3 4 ഇതാണ്. ഇവിടെ 4 കാർബൺ ആറ്റമാണുള്ളത്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്ത് നോക്കിയാട്ടെ മക്കളെ. ജസ്റ്റ് നമ്പർ ലൈക്ക് ദിസ്. സോ എന്ത് വരും? 1 2 3 4 5. ഇവിടെ 5 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? ഇവിടെ 4 കാർബണേ ഉള്ളൂ. അപ്പോൾ 4ആണോ വലുത്? 5ആണോ? 5ആണ്. അപ്പം നമ്മളെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഹൗ വി ആർ ഗോയിങ് ടു നമ്പർ? നമ്മളെ മെയിൻ ചെയിൻ ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരുന്നു? സപ്പോസ് ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 5. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ മെയിൻ ചെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കൂലേ മക്കളെ ബ്രാഞ്ച്? മനസ്സിലാവുന്നുണ്ടോ? ഇതായിരിക്കും ബ്രാഞ്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നെയിമിങ്ങിലേക്ക് പോകണം. നെയിമിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അതല്ലേ രണ്ടാമത്തെ കണ്ടീഷൻ. ഒന്നാമത് നമ്മളെ മെയിൻ ചെയിൻ സെലക്ട് ചെയ്തു, ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുന്നു? ഇതിന് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഓക്കെ, ഇവിടെ രണ്ടും സെയിം ആണ്. നമ്മൾ രണ്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാലും, രണ്ട് സൈഡിൽ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും 3 എന്ന പൊസിഷനിലുള്ള കാർബണിലാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ നമുക്കിതിന് നെയിം ചെയ്യാം. എന്ത് വരും? എത്രാമത്തെ പൊസിഷനിലാണ്? 3ാമത്തെ പൊസിഷനിലുള്ള കാർബണിലാണ് നമ്മൾ ബ്രാഞ്ച് ഉള്ളത് അല്ലേ? ഹൈഫൺ ഇടുന്നു. ഇനി CH3 ബ്രാഞ്ചായിട്ട് വന്നാൽ എന്താണ്? മീഥൈലാണ് അല്ലേ? ഓക്കെ, 3 മീഥൈലായി. ഇനി നോക്കാം നമ്മളെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5ആണ്. 5 വന്നാൽ എന്തായിരിക്കും? C5. 5 ആണെങ്കിൽ അതെന്താണ്? പെൻറ്റാണ് അല്ലേ? ഇനി 6 കാർബൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, ഹെക്സാണ്. 7 കാർബൺ ഉണ്ടെങ്കിൽ അത് ഹെപ്റ്റാണ്. 8 ആണെങ്കിൽ അത് ഒക്റ്റ്. C9 എന്ന് പറഞ്ഞത് നോൺ. ആൻഡ് C10 എന്ന് പറഞ്ഞാൽ ഡെക്കാണ്, നമുക്കറിയാം.
അപ്പോൾ ഇവിടെ 5 കാർബണാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 5 കാർബൺ പെൻറ്റാണ് ആൻഡ് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. സോ ദ നെയിം വിൽ ബി 3-methyl pentane. സോ നമ്മൾ ഈ സിമ്പിൾ ടോപ്പിക് നോമൻക്ലേച്ചർ ഓഫ് ആൻ ആൽക്കീൻ വിത്ത് 1 ബ്രാഞ്ച് നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളെ കയ്യിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അതിൻ്റെ മെയിൻ ചെയിൻ ഏതാണ്, ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം കാർബൺ അറ്റാച്ച് ദ ബ്രാഞ്ച്, ആ കാർബണിൻ്റെ പൊസിഷൻ എഴുതുന്നു, ബ്രാഞ്ചിൻ്റെ പേര് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ ചെയിനിലെ കാർബണിൻ്റെ നമ്പർ കൗണ്ട് ചെയ്ത് അവിടെ ആൽക്കെയിൻ ആയതുകൊണ്ട് ANE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇതാണ് നമ്മളെ നെയിമിംഗ് പ്രൊസീജിയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഓക്കെ, ഇതിൻ്റെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. CH3 CH3 CH2 CH2 CH3. Okay, and next question, CH3 CH2 CH3 CH3. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. CH3 CH2 CH3. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, താങ്ക്സ്.